ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഞ്ചാമത്തെ പാഠം കേട്ടോ. അതിൽ ഐൻ കലിമ ഇല്ലത്തിൻ്റെ അക്ഷരമായി വരുന്ന ക്രിയകളെ അജ്വഫായ ക്രിയകൾ എന്ന് പറയുന്നു. നമ്മൾ പഠിച്ചിട്ടുണ്ട് അജ്വഫായ ക്രിയകൾ. ഐൻ കലിമ ഇല്ലത്തിൻ്റെ അക്ഷരം, അത് വാവാകാം യാ ആകാം ഒക്കെ വരും. ഇപ്പോൾ ഹബില, അതുപോലെ തന്നെ അവില ഒക്കെ തുടങ്ങിയ കുറേ ഉദാഹരണങ്ങളുണ്ട്. അതിൽ അലിഫുമായിട്ട് വരുന്നുണ്ട്. കോല, സാറ, സാദ, ബാ എന്നൊക്കെ പറയുന്ന പോലെ. ഈ അലിഫായിട്ട് വരുമ്പോൾ നടുവിൽ ഐൻ കലിമ അലിഫായിട്ട് വരുമ്പോൾ എന്തായിരിക്കും? ഈ അലിഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അലിഫ് ഒരിക്കലും അതിൻ്റെ അസലല്ല. അത് ഒന്നില്ലെങ്കിൽ അലിഫ് സായിദായിരിക്കാം, അല്ലെങ്കിൽ വാവോ യാ ആയിരിക്കാം. അത് പിന്നീട് അലിഫായി മാറിയതായിരിക്കും. അപ്പോൾ നമ്മൾ ഈ കോല പോലുള്ള അലിഫ് മധ്യത്തിൽ വരുന്ന ഐൻ കലിമയായിട്ടുള്ള ക്രിയകളുടെ അസ്ല് കണ്ടുപിടിക്കണം. എങ്ങനെ അസ്ല് കണ്ടുപിടിക്കുക? ഒന്നുകിൽ നമ്മളത് മുലാരിയാക്കി നോക്കുക. ഖാല യഖൂലു, അതിൻ്റെ മുലാരി ആണ് യഖൂലു. അപ്പോൾ അവിടെ നമുക്ക് ഐൻ കലിമ കിട്ടിയല്ലോ. യാ മുലാറത്തിൻ്റെ ലെറ്റർ യ കൂലു, ഖാഫ് ഫ കലിമ, വാവ് ഐൻ കലിമ, ലാമ് യഖൂലു ലാം കലിമനെ. അപ്പോൾ ഇതിൻ്റെ അസ്ല് അപ്പോൾ ഖവല എന്നായിരിക്കും അതിൻ്റെ അസ്ല്. നോക്ക് മറ്റൊരു ഉദാഹരണം നോക്കിയേ. സാദ, യസീദു, അവിടെ ഐൻ കലിമ യാ ആണ്. അപ്പോൾ സയദയാണ് അതിൻ്റെ അസ്ല്, നമ്മൾ മനസ്സിലാക്കി. ഓക്കെ. അപ്പോൾ കാല യക്കൂലു എന്നുള്ളത് ബാബു നസറയാണ് കേട്ടോ. നസറ യൻസുറു, അതാണ് ഞാൻ എയു എന്ന് കൊടുത്തിട്ടുള്ളത് കേട്ടോ. നസറ ബാബാണ്. സാദ യസീദു എന്ന് പറഞ്ഞാൽ ഐ ബാബ്, അതായത് ദറബ യദ്രിബു, ദറബ ബാബു. ഇനി മറ്റൊരു ഉദാഹരണം നോക്കിയേ. നാമ യനാമു, അവിടെ നമുക്ക് മുലാരിക്കുന്ന അസ്ല് കിട്ടിയില്ല. യനാമു എന്ന് പറയുമ്പോൾ ഐൻ കലിമ അലിഫന്നെ, പിന്നെയും വീണ്ടും അലിഫന്നെ വരുന്നത് അല്ലേ, യനാമു. അപ്പോൾ നമ്മളെങ്ങനെ പിടിക്കണം? മസ്തർ നോക്കണം. മസ്തറിൽ നിന്ന് നോക്കിയിട്ട് വേണം നമ്മൾ അതിൻ്റെ. അപ്പോൾ നോക്കി നാമ യനാമു, നൗമുൻ ഉറക്കം. വാവ് കിട്ടിയില്ലേ? നൗമുൻ ഉറക്കം. അപ്പോൾ വാവാണ് അതിൻ്റെ അലിഫിൻ്റെ അസ്ല്. ഓക്കെ. അപ്പോൾ ഇങ്ങനെ വരുന്നതുണ്ടല്ലോ. മുലാരി എന്ന് കിട്ടാതെ നമ്മൾ മസ്തറിൽ നിന്ന് എടുക്കുമല്ലോ മുലാരി, അത് സമിയ ബാബായിരിക്കും. അപ്പോൾ അതിൻ്റെ അസല് നവീമ എന്നായിരിക്കും, സമിയ ബാബ ആയിരിക്കും. ഇതൊക്കെ നമ്മൾ മുൻപ് പഠിച്ചതാണ് കേട്ടോ. ഓക്കെ, ശരി. ഇനി ഇതിൻ്റെ മജ്ഹൂൽ ഉണ്ടാക്കുന്ന രൂപമാണ് പറയുന്നത് കേട്ടോ. ഇതെങ്ങനെയാണ് മജ്ഹൂൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ പോയിൻ്റ് ടു റിമെമ്പർ വായിക്കാം കേട്ടോ. ഒരൊറ്റ മിനിറ്റ്. യെസ്, പോയിൻ്റ് ടു റിമെമ്പർ വായിക്കാം. ഇവിടെ നോക്കി. ഇൻ ദിസ് ലെസൺ വി ലേൺ ദ ഫോളോയിങ്. We have learned the formation of passive voice സാലിം, മിസാൽ, നാഖിസ്, മുലാഅഫ് വെർബ്. മുലാഅഫ്, നാഖിസ്, മിസാൽ ഇതിൻ്റെയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന അജ്വഫായ ക്രിയകളുടെ മജ്ഹൂൽ ഉണ്ടാക്കുന്നതാണ്. ഖാല എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞു. ഇനി അവൻ അത് പറയപ്പെട്ടു എന്ന് പറയുമ്പോൾ ഇറ്റ് വാസ് സെഡ് എന്ന് പറയുമ്പോൾ ഖീല എന്നാണ് വരുന്നത്. ഖാല ഖീലയാകും. ബാ എന്നുണ്ടെങ്കിൽ അത് ബി ആകും, വിൽക്കപ്പെട്ടു. സാദ വർദ്ധിച്ചു, സീദ വർദ്ധിക്കപ്പെട്ടു. ഇങ്ങനെ ഒരു ഫോർമാറ്റിലാണ് വരിക. അപ്പോൾ കാല ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് കാല എങ്ങനെയാണ് കവലയായത്. അപ്പോൾ കവല എങ്ങനെയാണ് കാലയായത് എന്ന് നോക്കാം ആദ്യം. കവലയായിരുന്നു അത്, അതിൻ്റെ അസല് കവലയായിരുന്നു. പിന്നീട് അത് കാലയായി മാറുകയാണ് ചെയ്തത്. അപ്പോൾ അത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കവല, അതായത് കവല പറയുമ്പോൾ അതിനൊരു റൂളുണ്ട്. ഏലാലുകൾ ഉണ്ടായിരിക്കും ഇതിനൊക്കെ. ഈ വാവ് യാന് ഹർക്കത്ത് വന്നു. കവല, വാവിന് ഹർക്കത്തുണ്ട് അല്ലേ. അതുപോലെ തന്നെ കവല മാ കബല മഫ്തൂഹയാണ്. ഏത്? ഖാഫ് ഫതഹയാണ്. മഫ്തൂഹ എന്ന് പറഞ്ഞാൽ ഫതഹ ചെയ്യപ്പെട്ടതായി ചെയ്താൽ വാവിനെയോ യാ ആണെങ്കിലോ വാവാണെങ്കിലോ അതിനെ അലിഫാക്കി മാറ്റിമറിക്കും, അതിനെ അലിഫാക്കും. ഓക്കെ, ഒന്നുകൂടി പറയാം. കവല എന്നുള്ളത് കാലയാകാൻ കാരണം വാവാണ്, അല്ലെങ്കിൽ ഇവിടെ വാവാണ് വന്നിട്ടുള്ളത്. വാവോ യാഇനോ ഹർക്കത്ത് വരികയും തൊട്ടുമുന്നുള്ളതിന് ഫതഹയാണെങ്കിൽ ഖാഫിന് ഫതഹ, തൊട്ടുമുന്നുള്ള സ്വഹിഹായ ലെറ്ററിന് ഫതഹയാവുകയും ചെയ്താൽ, മാകബല മഫ്തൂഹ ആവുകയും ചെയ്താൽ വാവിനെയും യാഇനെയും അലിഫാക്കി മാറ്റും. അങ്ങനെയാണ് അവിടെ കാല വന്നത്. ഇവിടെ ഞാൻ അറബിയിൽ കൊടുത്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? തഹ്ഫീഫിന്, ഉച്ചരിക്കാൻ ഭാരം കുറയ്ക്കാനും പിന്നെ സുഹൂലത്തിന് എളുപ്പത്തിനും വേണ്ടിയിട്ടാ. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഈ തഹലീലുകളൊക്കെ ഈ സർഫ് ഒക്കെ പറയുമ്പോൾ പണ്ഡിതന്മാർ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി കവല ആയിരുന്നത് മുലാരി ആക്കുമ്പോൾ യഖൂലു ആണ്. യഖൂലു എങ്ങനെയാണ് യഖൂലു ആയത്? യഖൂലു എന്നുള്ളത് യഖൂലു ആയത്
യഖ് വു ലു ലാലു തസ്കീൻ്റെ റൂളാണ്. അതായത് വാവിന് കൊല്ലത്തുൽ ഹർക്കത്തുൽ വാവില്ല ഹർഫി അതായത് വാവിൻ്റെ ദൊമ്മ യഖുവുലു വാവിൻ്റെ ദൊമ്മ തൊട്ട് മുൻപുള്ള സ്വഹിഹായ ലെറ്ററിന് കൊടുത്തു. യഖുവുലു യഖുവുലു യഖ് വു വാവിന് ദൊമ്മ യഖുവു വാവിന് ദൊമ്മ ഖാഫിന് കൊടുത്തു. അപ്പോൾ എന്തായി? യഖൂലു ആയി അല്ലേ, കൊടുത്തു. അപ്പോൾ യഖൂലു എന്നായി ലാലു തസ്കീൻ. ഇനി അടുത്തത് ഖാല എങ്ങനെയാണ് ഖീലയായത്? മജ്ഹൂലാക്കിയപ്പോൾ ഖീല ആയല്ലോ. മജ്ഹൂലാക്കപ്പെടുമ്പോൾ അത് ഖീലയാകും. എങ്ങനെയാണെന്ന്? ഖാല ഖാല എന്നുള്ളത് ഒറിജിനൽ എന്താ? ഖവല എന്നാണ്. ഖവല. മജ്ഹൂലാക്കുമ്പോൾ നമ്മൾ സെക്കൻഡ് ലാസ്റ്റ് ലെറ്ററിന് കെസ്റ, പിന്നെയുള്ള അതിന് ശേഷമുള്ളതിനൊക്കെ ദൊമ്മ. അപ്പോൾ എങ്ങനെ? ഖുവീല അങ്ങനെയല്ലേ വരിക? ഖുവീല ഫുഇല ആ ഒരു വസനിൽ ഖുവീല എന്നാണ് വരിക. ഖുവീല എന്നാണ് വരിക. ഇപ്പോൾ സിക്കിലാണ് വാവിന് കെസ്റ സിക്കിലാണ്. അപ്പോൾ എന്ത് ചെയ്തു? വാവിൻ്റെ കെസ്റ ഖാഫിന് കൊടുത്തു. അപ്പോൾ ഖിവ്ല എന്നായി. പിന്നെ എന്ത് ചെയ്തു? നേരത്തെ പറഞ്ഞ റൂള് ഖിവ്ല എന്നായി. അപ്പോൾ വാവിൻ്റെ സുക്കൂന് മഖബല കെസ്റ ആയപ്പോൾ വാവിനെ യാ ആക്കി മാറ്റി. അങ്ങനെയാണ് ഖീല ആയത്. ഖീല. ഇനി അടുത്തത് ഇതിൻ്റെ മുളാരി ആണ്. മുളാരി എന്താണ് നോക്കാം. അതിന് മുൻപായിട്ട് മുളാരി ഉണ്ട്. നോട്ടിൽ നോക്കാം കേട്ടോ. പോയിന്റ് ടു റിമെമ്പറിൽ തന്നെ ഉണ്ട് അതിൻ്റെ ഇത്. ഇവിടെ യഖൂലു എന്നുള്ളത് എന്താകുന്നു? യുഖാലു എന്നാകും. യഖൂലു എന്ന് പറഞ്ഞാൽ പറയുന്നു, യുഖാലു പറയപ്പെടുന്നു. ബി ആ അതിൻ്റെ മുളാരി യബീഉ യബീഉൻ്റെ മജ്ഹൂൽ യുബാഉ വിൽക്കപ്പെടുന്നു എന്നാകും. ഓക്കെ, ഞാനിതിൻ്റെ ഉദാഹരണം പറഞ്ഞതിന് ശേഷം ഇതെങ്ങനെ വന്നത് നോക്കാം. അതിന് ശേഷം ഇതിൻ്റെ എക്സസൈസ് നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ ഉദാഹരണം നോക്കിയേ. യുഖാലു ഇന്ന ഹാദിഹിൽ അർദ ബിഅത് ബിമിലിയൂനി റിയാലിൻ. It is said that this land was sold for 1 million riyals. ഈ ഭൂമി 1 മില്യൺ റിയാലിന് വിറ്റു എന്ന് പറയപ്പെടുന്നു. ഇവിടെ യുഖാലു എന്നുള്ളത് ഇതന്നെ ഫിഅലുൻ മുളാരിഉൻ മജ്ഹൂലുൻ മർഫൂഉൻ ബിദമ്മത്തി പറയപ്പെടുന്നു. ഇന്ന ഹർഫു തൗക്കീദിൻ വനസ്ബിൻ ഹാദിഹി ഇസ്മു ഇന്ന ഹാദിഹി എന്നുള്ള ഇസ്മുൽ ഇഷാറ മബനിയൻ അലൽ കസ്രി ഫി മഹല്ലി നസ്ബിൻ ഇസ്മു ഇന്ന അർള എന്നുള്ളത് ബദലാണ് ബിഅത്ത്. പിന്നെ ഈ ബിഅത്ത് ബിമിലിയൂനി റിയാലിൻ ആ ജുംല മൊത്തം ഖബർ തന്നെയാണ് കേട്ടോ. ബിഅത്ത് എന്നുള്ളതാണ് എന്ത്? വിൽക്കപ്പെടുന്നു അല്ലേ. യുഖാലു മുളാരി ആണ് ബിഅത്ത്. ബാ ആ യബീഉ ബി ആ ബി അ ബി ആ ബി ഉ ബിഅത്ത് അത് വിൽക്കപ്പെടുന്നു. അവിടെ ഫിഅലു മാലിൻ മബനിയുൻ അലൽ ഫതഹി വഹുവ മബനിയു ലിൽ മജ്ഹൂലി. തൈനീസിൻ്റെ തായാണ്. പിന്നെ നായിബ് ഫായിൽ ദമീറുൻ മുസ്തത്തിറുൻ തഖ്ദീറുഹു ഹിയ അത് വിൽക്കപ്പെടുന്നു. ഇതിലേക്ക് മടങ്ങുന്നത് അർദു എന്നുള്ളത് ഫെമിനിനാണ് കേട്ടോ. അതുകൊണ്ടാണ് ബിമിലിയൂനി ജാറുൻ മജ്റൂറുൻ പിന്നെ മുലാഫിൻ ഇലൈഹി. മില്യൺ റിയാൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 ലക്ഷം. ഹുന തുബാഉ സുഹഫുൽ വൽ മജല്ലാത്തു. ഇവിടെ ന്യൂസ് പേപ്പറും മാഗസിനുകളും വിൽക്കപ്പെടുന്നു. തുബാഉ ആണ് കേട്ടോ. തുബാഉ അല്ല തുബാഉ വിൽക്കപ്പെടുന്നു. ഹുന ലർഫണ തുബാഉ ഫിഅലുൻ മുദാരിഉൻ മജ്ഹൂലുൻ മഅറൂഫുൻ മജ്ഹൂലുൻ മർഫൂഉൻ ബിദമ്മത്തി അസുഹുഫു നായിബ് ഫായിൽ വാവു ഹർഫുൽ അത്തഫ് മജല്ലാത്തു മഅതൂഫുൻ അല സുഹുഫു. ഓക്കെ, അപ്പോൾ ഈ ഇവിടെ നമ്മൾ പറയാത്തൊരു കാര്യം മുളാരിയിലെ മാറ്റങ്ങളാണ് അല്ലേ. മുളാരിയിൽ എന്തായി? യഖൂലു യുഖാലു ആയി. അപ്പോൾ നമ്മൾ ആദ്യം ഇതിൻ്റെ മുളാരിൻ്റെ അസ്ൽ നോക്കാം. ഖവല യഖൂലു എന്നാണല്ലോ. ഖവല യഖൂലു യഖൂലു ആണ് അത്. യഖൂലു ആയത് പറഞ്ഞല്ലോ. ഇനി യുഖാലു ആയത് എങ്ങനെയാണെന്ന് കേട്ടോ. ഖവല യഖൂലു ആണ് മുളാരിൻ്റെ അസ്ൽ. മുളാരി മഅലൂമിൻ്റെ അഥവാ റൂഫിൻ്റെ അസ്ൽ യഖൂലു. നമ്മൾ മജ്ഹൂലാക്കുമ്പോൾ എന്താക്കും?
സെക്കൻഡ് ലാസ്റ്റ് ലെറ്ററിന് ഫതഹ കൊടുക്കും. അപ്പോൾ പിന്നെ ഫസ്റ്റ് ലെറ്റർ മുലാറാത്തിൻ്റെ ലെറ്ററിന് ദൊമ്മ കൊടുത്തു. അപ്പോൾ യുക്ക് വലു ഓക്കെ, യുക്ക് വലു ആയി. അതിന് ശേഷം എന്തുണ്ടായി? തഹറക്കത്തുൽ ഹർഫുലില്ല വാവു കാന ഹർഫൻ സ്വഹീഹൻ അല്ലദീ ഖബ്ലഹു ഖാഫു സാക്കിനൻ. അതായത് യുഖ്വലു വാവിൻ്റെ ഫതഹ, അതിന് തൊട്ട് മുന്നുള്ള ലെറ്ററിന് സുക്കൂനാണ്. സ്വഹീഹായ ലെറ്റർ ആയത് ഖാഫിന് സുക്കൂനാണ്. അപ്പോൾ വാവിൻ്റെ ഫതഹ അങ്ങോട്ട് കൊടുത്തു. ആർക്ക് കൊടുത്തു? ഖാഫിന് കൊടുത്തു. അപ്പോൾ യുഖൗലു എന്നായി. യുഖൗലു. എന്നിട്ട് എന്താ ഇത്? കുലിബത്തുൽ വാവു അലിഫൻ, വാവിനെ അലിഫാക്കി മാറ്റിമറിച്ചു. ഈ ഫതഹക്ക് മുനാസിബായിട്ട് വേണ്ടിയിട്ട്, യോജിച്ചതായിട്ട്. അങ്ങനെ എന്തായി? യുഖാലു എന്നായി. ഇതേപോലെ തന്നെ മറ്റുള്ളത് കേട്ടോ. ഇനി ഇതിൻ്റെ കുറച്ച് ഉദാഹരണങ്ങൾ നമ്മുടെ പാഠത്തിൻ്റെ എവിടെ വന്നിരിക്കുന്നത്? രണ്ടാമത്തെ എക്സസൈസിൽ വന്നിട്ട് കേട്ടോ. അവിടെ നോക്കാം. 2 എക്സസൈസ് 2 കേട്ടോ. തെമാരീനു അവിടെ നോക്കിക്കോളൂ. 1 അല്ല കേട്ടോ, 1 നമ്മൾ പാടെടുത്തിട്ടില്ലല്ലോ. 1 അജീബന് അനിൽ അസിലത്തിൽ ആത്തിയെത്തിയാണ്, അവിടെയല്ല, മറിച്ച് 2. തഅമ്മലിൽ അംസിലത ലിൽ ഫിഅലിൽ അജ്വഫി മബനിയുൽ ലിൽ മജ്ഹൂലി. അജ്വഫായ ക്രിയകൾ, മജ്ഹൂലിന് വേണ്ടി നിർമ്മിക്കപ്പെട്ട അജ്വഫായ ക്രിയകളുടെ ഉദാഹരണങ്ങൾ നീ ചിന്തിക്കണം. സുമ്മ ശേഷം അഖ്മിൽ അന്നാഖിസ ശേഷം നീ അഖ്മിൽ തന്നെ നീ പൂർത്തിയാക്കണം. നാഖിസ, ഇവിടെ നാഖിസ എന്ന് ഉദ്ദേശിച്ചത് നാഖിസായ ഫേലല്ല, മറിച്ച് വിട്ടുപോയത് എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ അവിടെ നാഖിസ് പറഞ്ഞത്. അവിടെ നോക്കി അൽ മാദി, പിന്നെ മുദാരിയും മാലിയും സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. മാലിക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് മബനിയുൽ ലിൽ മഅലൂമി മബനിയുൽ ലിൽ മജ്ഹൂലി. ഖാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പറഞ്ഞു, ഹി സെഡ്, അവൻ പറഞ്ഞു. അത് മജ്ഹൂലാക്കുമ്പോൾ എന്തായി? കീലായി. അത് കവലയായിരുന്നു. ഞാൻ അതിൻ്റെ ഇതൊക്കെ പറഞ്ഞല്ലോ, എങ്ങനെയാണ് കീലായതെന്നൊക്കെ പറഞ്ഞല്ലോ. കീല എന്നായി, അത് പറയപ്പെട്ടു. ഇതിൻ്റെ മുദാരിയിലേക്ക് വരുമ്പോൾ യഖൂലു, അവൻ പറയുന്നു. യുഖാലു, അത് അവൻ പറയുന്നു. യുഖാലു, അത് പറയപ്പെടുന്നു. വിറ്റു. ബയ എന്നാണ് അതിൻ്റെ അസൽ കേട്ടോ. നമ്മൾ മുദാരിയിൽ നോക്കിയിട്ട് അസൽ കണ്ടുപിടിക്കുക. ബിയ, അത് വിൽക്കപ്പെട്ടു. യബീഉ, അത് വിൽക്കുന്നു. യുബാഉ, അത് വിൽക്കപ്പെടുന്നു. സാഖ എന്ന് പറഞ്ഞാൽ, സാഖ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നയിച്ചു എന്നാണ് കേട്ടോ. സാഖ, ഒരു മിനിറ്റ്. സാഖ നയിച്ചു, മുന്നിൽ നിന്ന് നയിച്ചു, തെളിച്ചു, പിന്നെ ഒഴിക്കപ്പെട്ടു എന്നർത്ഥമല്ലേ സാഖക്ക് ഉണ്ട്. അത് സഖ ആണല്ലേ. സാഖ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നയിച്ചു. അതിൻ്റെ സീഖ, അതിൻ്റെ മജ്ഹൂൽ സീഖ, നയിക്കപ്പെട്ടു. ഇറ്റ് വാസ് ഡ്രൈവർ, നയിക്കപ്പെട്ടു, തെളിക്കപ്പെട്ടു എന്നൊക്കെ ഉണ്ട് കേട്ടോ. ഇത് സവക്കയാണ് അസിൽ കേട്ടോ. സാഖ യസൂക്കു എന്ന് പറഞ്ഞാൽ തെളിയിക്കുന്നു, നയിക്കുന്നു. യുസാഖു, നയിക്കപ്പെടുന്നു. ഇനി സാറ പറ സന്ദർശിച്ചു. സാറ യസൂറു, സഫറയാണല്ലേ അസിൽ. ജബറ എങ്ങനെ മനസ്സിലാക്കിയത്? മുദാരിയിലേക്ക് കൊണ്ടുവന്നപ്പോൾ യസൂറു നസറ ബാബാണ്. സാറ സന്ദർശിച്ചു. സീറ സന്ദർശിക്കപ്പെട്ടു. യസൂറു അതിൻ്റെ മുദാരി യുസാറു, ഇറ്റ് വിസിറ്റ്, അത് സന്ദർശിക്കപ്പെടുന്നു. സാദ വർദ്ധിപ്പിച്ചു. സീദ വർദ്ധിപ്പിക്കുന്നു. വർദ്ധിപ്പിച്ചു എന്നും സാദക്ക് അർത്ഥമുണ്ട്. സീദ ഇറ്റ് വാസ് ഇൻക്രീസ്ഡ്. യസീദു വർദ്ധിക്കുന്നു. യുസാദു വർദ്ധിക്കപ്പെടുന്നു. ഖാഫ ഭയപ്പെട്ടു. ഖീഫ ഖുർആനിലൊക്കെ വന്നിട്ടുണ്ട്. ഖീഫ ഭയപ്പെട്ടു, പേടിക്കപ്പെട്ടു അല്ലെങ്കിൽ ഭയപ്പെടപ്പെട്ടു എന്ന് പറയും. യുഹാഫു ഭയപ്പെടുന്നു. യഹാഫു ഭയപ്പെടുന്നു. യുഹാഫു ഭയപ്പെടപ്പെടുന്നു. അങ്ങനെ മലയാളം കുറച്ച് ചിലതൊക്കെ പറയുമ്പോൾ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. 3ാമത്തെ എക്സസൈസ് നോക്കിക്കോളൂ. അയ്യിനിൽ അഫ്ആലൽ ജൂഫ. അയ്യിൻ നീ നിർണ്ണയിക്കണം. അൽ ജൂഫ അജുവഫായ ക്രിയകളെ ഫീൽ അംസിലത്തിൽ ആത്തിയെത്തി തുടർന്ന് വരുന്ന ഉദാഹരണങ്ങളിൽ നിന്ന്. ഇവിടെ ജൂഫ എന്നുണ്ട് അടിയിൽ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. ജൂഫ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജൂഫ എന്താണ്? അജുവഫ് എന്ന് പറഞ്ഞില്ലേ. അജുവഫ് എന്ന് പറഞ്ഞാൽ ഹോളോ വെർബ്സ്, ഉള്ളുപൊള്ളയായിട്ടുള്ള എന്നുള്ള അർത്ഥം. അജുവഫിൻ്റെ അജുവഫ് എന്ന് പറഞ്ഞാൽ അഹ്മറു പോലെയാണ്. അതിൻ്റെ ബഹുവചനമാണ് ജൂഫുൻ.
ജൂഫുൻ ഈസ് ദ പ്ലൂറൽ ഓഫ് അജുവഫുൻ. അപ്പോൾ ഇവിടെ ഗ്രാമാറിയൻസ് യൂസ്ഡ് ദിസ് പ്ലൂറൽ ഫോം റാദർ ദാൻ ദ ഫെമിനിൻ സിംഗുലർ ജൗഫ. ശരിക്കും പറഞ്ഞാൽ അഫ്ആൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുല്ലു ജമീൻ മുഅന്നസ്, ഇറാഖിലിൻ്റെ എല്ലാ ജമുകളും മുഅന്നസായിട്ടാണ്, മുഅന്നസ് മുഫ്രദായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. അപ്പോൾ ഇവിടെ മുഫ്രദല്ല കൊടുത്തിട്ടുള്ളത്, മറിച്ചത് ബഹുവചനം, ഫെമിനിൻ ബഹുവചനമാണ്, അങ്ങനെ ഉപയോഗിക്കാറുണ്ട് എന്നാണ് പറയുന്നത്. സ്ത്രീലിംഗ ഏകവചനത്തിന് പകരം ഈ ബഹുവചന രൂപമാണ് കൂടുതൽ നഹ്വി പണ്ഡിതന്മാർ ഉപയോഗിക്കുന്നതെന്നാണ് പറയുന്നത്. ഇനി ഉദാഹരണം നോക്കാം. ബിക്കം ബി അത് സയ്യാറത്തുക യാ സുബൈറു. ഹൗ മച്ച് വാസ് യുവർ കാർ സോൾഡ് ഫോർ സുബൈർ. സുബൈറെ, നിൻ്റെ കാറ് എത്രക്കാണ് വിൽക്കപ്പെട്ടത്? ബി അത്ത് ബി അഷറത്തി ആലാഫി റിയാലിൻ. ഇറ്റ് വാസ് സോൾഡ് ഫോർ 10,000 റിയാൽ. 10,000 റിയാൽ അങ്ങനെ പറയാം. അത് 1000 റിയാലിന് വിൽക്കപ്പെട്ടു. ഇവിടെ ബി കം ബി ഹർഫ് ജെർ കം ഇസ്മുൽ ഇസ്തിഫാം മബനിയുൻ അല സുകൂനി ഫി മഹല്ലി ജെറി. ബി ഹർഫി ബി അത്ത് അവിടെയാണ് നമ്മുടെ എന്തുള്ളത്. ഇവിടെ എന്താ പറഞ്ഞത്? അയ്യിനിൽ അഫ്ആലിൽ ജൗഫ് അജുവഫായ ക്രിയകളെയാണ് നിർണ്ണയിക്കേണ്ടത്. അപ്പോൾ ബി അത്തും ഉണ്ട്, രണ്ട് സ്ഥലത്ത് ബി അത്ത് വന്നിട്ടുണ്ട് അല്ലേ. രണ്ടും എന്താണ്? അജുവഫായിട്ടുള്ള ക്രിയകളാണ് ബി അത്ത്. അപ്പോൾ ഇതെങ്ങനെയാണ് അറബിയ? ബി അത്ത് ഫിഅലുൻ മാലിൻ മബനിയുൻ അലൽ ഫതഹി വഹുവ മബനിയുൻ ലിൽ മജ്ഹൂലി. തഅനീസ് സയ്യാറത്തുൻ നായിബു ഫായിലുൻ മർഫൂഉൻ വഹുവ മുലാഫ് കാഫ് മുലാഫിൻ ഇലൈഹി യാ ഹർഫിൻ ഇദാ സുബൈറു മുനാദ. ബി അത്ത് ഇതേപോലെ തന്നെ ഫിഅലുൻ മാലിൻ മബനിയുൻ അലൽ ഫതഹി വഹുവ മബനിയുൻ ലിൽ മജ്ഹൂലി. തഅനീസ് ഇവിടെ നായിബു ഫായിൽ ളമീറുൻ മുസ്തതിറുൻ തഖ്ദീറുഹു ഹിയ. ബി അഷറത്ത് ജാറുൻ വ മജ്റൂറുൻ മുലാഫിൻ ഇലൈഹി വഹുവ മുലാഫ് റിയാലിൻ മുലാഫിൻ ഇലൈഹി. അടുത്തത് ഹുനാ തുബാഉ സുഹുഫു വൽ മജല്ലാത്തു. നേരത്തെ പറഞ്ഞത് തന്നെ. എന്താ പറഞ്ഞത്? ഹിയർ ദ ന്യൂസ് പേപ്പർ ആൻഡ് ദ മാഗസിൻ ആർ സോൾഡ് ഹിയർ. ഹിയർ ആദ്യം പറയാം അല്ലെങ്കിൽ അവസാനം പറയാം. ഇവിടെ പത്രങ്ങളും മാഗസിനുകളും വിൽക്കപ്പെടുന്നു. ഇവിടെ നമ്മൾ അയ്യിനിൽ അഫ്ആലിൽ ജൂഫ. അപ്പോൾ ഇവിടെ തുബാഉ ആണ് അവിടെ ജുവഫായിട്ടുള്ള മജ്ഹൂലായിട്ടുള്ള ക്രിയ. ഹുന എന്നുള്ള ലൊറഫാണ്. തുബാഉ ഫിഅലുൻ മുദാരിഉൻ മജ്ഹൂലുൻ മർഫൂഉൻ ബിദമ്മത്തി. സുഹുഫു നായിബു ഫാഇൽ. സഹീഫത്തുൻ്റെ ജംആണ് സുഹുഫു. വാവു ഹർഫുൽ അത്ഫ് മജല്ലാത്തു മഅതൂഫുൻ അലാ സുഹുഫു. യുഖാലു ഇന്ന ഹാദിഹിൽ അർള സതുബാഉ ബിമസാദിൻ. മസാദ് പറഞ്ഞാലേ ഓപ്ഷൻ എന്ന് പറയും, ലേലം. അതായത് കൂടുതൽ വില ആരാണോ നൽകുന്നത് അവർക്ക് കൊടുക്കുന്ന ഒരു കച്ചവടം, അത് അങ്ങനെ നൽകുന്ന ലേലം നടത്തുക എന്നൊക്കെ പറയില്ല, ഓപ്ഷനാണ്. അപ്പോൾ എന്താ അർത്ഥം? ഇറ്റ് ഈസ് സെഡ് ദാറ്റ് ദിസ് ലാൻഡ് വിൽ ഡെഫിനറ്റ്ലി ബി സോൾഡ് അറ്റ് ഓപ്ഷൻ. തീർച്ചയായും ഈ ഭൂമി ലേലത്തിന് വിൽക്കപ്പെടുന്നു എന്ന് പറയപ്പെടുന്നു. യുക്കാലു ഇവിടെ നമ്മളെ അയ്യിനിൽ അഫ്ആലിൽ ജൂഫ അല്ലേ, അവിടെ യുക്കാലു ആണ് അജുവഫായിട്ടുള്ള ക്രിയ. പിന്നെ സതുബാഉ അവിടെയുണ്ട് കേട്ടോ. യുക്കാലു പറയപ്പെടുന്നു. യുക്കാലു ഫിഅലുൻ മുദാരിഉൻ മജ്ഹൂലുൻ മർഫൂഉൻ ബിദമ്മത്തി വിൽക്കപ്പെടുന്നു. പിന്നെ ഇന്ന എന്നുള്ളത് ഹർഫു തൗക്കീദിൻ വനസ്ബിൻ ഹാദിഹി ഇസ്മുൽ ഇഷാറ ഇസ്മു ഇന്ന. അർദ എന്നുള്ളത് ബദൽ. സീന് സതുബാഉ ബിൽ മസാദി എന്നുള്ള ജുംല മൊത്തം ഖബറു ഇന്ന. പിന്നെ ഹർഫുൽ ഇസ്തിഖ്ബാൽ തുബാഉ ഫിഅലുൻ മുദാരിഉൻ മജ്ഹൂലുൻ മർഫൂഉൻ ബിദമ്മത്തി വിൽക്കപ്പെടുന്നു. അവിടെ നായിബ് ഫായിൽ തഖ്ദീറുഹു ഹിയ ളമീർ മുസ്തതിറു. അർദ് പെണ്ണായതുകൊണ്ടാണ് അവിടേക്കാണ് അതാണ് അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ബിൽ മസാദി എന്നുള്ള ബിൽ മസാദി ജാറുൻ വ മജ്റൂറുൻ. അടുത്തത് അയുക്കാലു തംറു അം യൂസനു. ആർ ദ ഡേറ്റ്സ് മെഷേർഡ് ഓർ വെയ്ഡ്. ഈന്തപ്പഴം അളന്നു കൊടുക്കപ്പെടുന്നതാണോ തൂക്കപ്പെടുന്നതാണോ? കാല യക്കീലു. കാല യക്കീലു. കാല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അളക്കില്ലേ, ഒരു മെഷർ, എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ട് ഒരു അളവ് പാത്രം വെച്ചിട്ട് അളക്കണേനാണ് കാല പറയുക. യക്കീലു അതിൻ്റെ മുലാരി. ഇവിടെ മജ്ഹൂലാകുമ്പോൾ കീല യുക്കാലു അളക്കപ്പെടുന്നു. പിന്നെ ഇവിടെ തമ്ര അല്ലേ. തമ്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ്മുൽ ജംഉൽ ജിൻസിയാണ്. ഈത്തപ്പഴം എന്നുള്ള ഒരു കോമൺ ആയിട്ടുള്ളൊരു ജം ആണ്.
ഒരു ഈത്തപ്പഴം എന്ന് പറയുമ്പോൾ അത് താമർബൂത്ത് ചേർത്തിട്ട് നമ്മൾ അത് പഠിച്ചല്ലോ, നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ തമ്രത്തുൻ എന്നൊക്കെ പഠിച്ചില്ലേ. ഓക്കെ, ശരി. ഇവിടെ ഹംസ ഹർഫുൽ ഇസ്തിഫ്ഹാമാണ്. യുഖാലു ഫിഅലുൻ മുളാരിഉൻ മജ്ഹൂലുൻ മർഫൂഉൻ ബിളമ്മത്തി. തമ്രു ആണ് നായിബ് ഫായിൽ. ഹർഫു അത്ഫ്. യൂസനു വസന യസിനു ഉസിന യൂസനു തൂക്കപ്പെടും. വസന തൂക്കി, യസിനു തൂക്കുന്നു, ഉസിന തൂക്കപ്പെടുന്നു, ഉസിന തൂക്കപ്പെട്ടു, യൂസനു തൂക്കപ്പെടുന്നു. ഫിഅലുൻ മുളാരിഉൻ മജ്ഹൂലുൻ വമർഫൂഉൻ ബിളമ്മത്തി. വൽഫായിലു ളമീറുൻ മുസ്തതിറുൻ തഖ്ദീറുഹു ഹുവ. നായിബ് ഫായിൽ കേട്ടോ. ഹുവ നായിബ് ഫായിൽ എന്ന് പറഞ്ഞു. ഫി തൻസീലിൽ അഥവാ ഖുർആനിലുണ്ട് എന്തുള്ളത്? ഇദാ ഖീല ലഹും ഇർകഊ ലാ യർകഊൻ. സൂറത്ത് മുർസലാത്തിൽ നിങ്ങൾ കുമ്പിടുവിൻ എന്നവരോട് പറയപ്പെട്ടാൽ, റുക്കൂ ചെയ്യുവിൻ എന്നവരോട് പറയപ്പെട്ടാൽ അവരെന്ത് ചെയ്യും? അവർ റുക്കൂ ചെയ്യുന്നതല്ല. വാവു ഹർഫുൽ അത്ഫ്. ഇദാ എന്നുള്ളത് ലർഫ് സമാനാണ്. ഇതെൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാണെങ്കിൽ, ഇതാ എന്നുള്ളത് മാളിൻ്റെ മുന്നിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുളാരിൻ്റെ അല്ലെങ്കിൽ മുസ്തഖബിൽ തന്നെ ഫ്യൂച്ചർ ടെൻസിൻ്റെ അർത്ഥം കിട്ടും. ഇതാ കീല കണ്ടോ, ഇതാ കീല പറയപ്പെട്ടു എന്നാണ്. പറയപ്പെട്ടാൽ ഫ്യൂച്ചറിൻ്റെ അർത്ഥം വന്നാൽ കണ്ടോ. ഇപ്പോൾ ഇതാ ജാഅ നസ്റുല്ലാഹി വൽ ഫതഹ്. ജാ എന്ന് പറഞ്ഞാൽ വന്നു എന്നാണ് അല്ലേ. ഇതാ ജാ പറയുമ്പോൾ വന്നാൽ, അള്ളാഹുവിൻ്റെ സഹായവും ഫതഹും വന്നാൽ എന്നർത്ഥം കിട്ടും, ഫ്യൂച്ചറിൻ്റെ അർത്ഥം കിട്ടും. ഇതാ ഖീല ലഹും സൂറത്തുൽ ബഖറയിൽ ഒരായത്തില്ലേ, ഇതാ ഖീല ലഹും ലാ തുഫ്സിദു ഫിൽ അർളി. അവരോട് പറയപ്പെട്ടാൽ എന്തെന്ന്, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കല്ലേ എന്ന് പറയപ്പെട്ടാൽ അവർ പറയും ഞങ്ങൾ മുസ്ലിഹൂൻ ആണെന്നൊക്കെ പറയും. അപ്പോൾ ഇവിടെ പറയപ്പെട്ടാൽ ഒക്കെ പറയും, അല്ലെങ്കിൽ വന്നാൽ. അപ്പോൾ ഇതാ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിൻ്റെ അർത്ഥം വരും? അത് ലർഫ് സമാനാണ്, നമുക്ക് പഠിക്കാനില്ല എങ്കിലും അറിഞ്ഞു വെച്ചോളൂ. ഖീല പിന്നെ അതൊരു ഷർത്തും കൂടിയിട്ടാണ് കേട്ടോ. അങ്ങനെ ചെയ്താൽ പറയപ്പെട്ടാൽ ഇപ്പോൾ വേണ്ട ഇതാ ജാ നസ്റുല്ലാഹി വൽ ഫതഹ്. അവിടെ തന്നെ നോക്കി, അള്ളാഹിൻ്റെ സഹായവും എന്തായിരുന്നു, ഫതഹും വന്നാൽ, വിജയവും വന്നാൽ എന്ത് ചെയ്യണം? പിന്നെയും പറയണം ഇതാ ജാ നസ്റുല്ലാഹി. ഞാനൊരു മിനിറ്റ് സൂറത്തെടുക്കട്ടെ കേട്ടോ. ഇതാ ജാ നസ്റുല്ലാഹി വൽ ഫതഹ്. അള്ളാഹുവിൻ്റെ നസ്റും ഫതഹും വന്നാൽ പിന്നെ ജനങ്ങൾ തന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ. ദീനിലേക്ക് ജനങ്ങൾ കൂട്ടമായിട്ട് പ്രവേശിക്കുന്നത് നീ കണ്ടാൽ, ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്താവണം? ഫസബ്ബിഹ് ബിഹംദി റബ്ബിക. നീ നിൻ്റെ റബ്ബിനെ ഹംദ് ചെയ്യണം, പിന്നെ ഇസ്തിഗ്ഫാർ നടത്തണം. കാരണം അള്ളാഹു ആണ് ഏറെ ഇന്നഹുക്കാനത്തവ ഏറെ തീർച്ചയായും പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ്. അപ്പോൾ ഇതാന്നുള്ള ഷർത്തും കൂടിയാണ്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്താൽ എന്തുണ്ടാവണം? അപ്പോൾ ഫസബ്ബിഹ്, അപ്പോൾ നീ തസ്ബീഹ് ചെയ്യണം. അപ്പോൾ ഈ ഫാ എന്തായിരിക്കും അവിടെ? ഫസബ്ബിഹ് എന്ന് പറയുമ്പോൾ ഷർത്തിൻ്റെ ജവാബാ. ഏത്? ഇതാ എന്ന ഷർത്തിൻ്റെ ജവാബാണ് ഫ. അങ്ങനെയാണെങ്കിൽ ഇതാ ഖീലഹും അവർ പറയപ്പെടുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടാവും കേട്ടോ, ജവാബ് ഷർത്തൊക്കെ ഉണ്ടാവുമേ. അപ്പം ഓക്കെ, ശരി. വേണമെങ്കിൽ നമുക്ക് ഇറാബ് ചെയ്ത്, ഞാൻ ക്ലാസ്സിൽ ഇറാബ് ചെയ്തിരുന്നു. ഞാൻ ഒന്നുകൂടി വേണമെങ്കിൽ ഇറാബ് ചെയ്യാം. ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫതഹ്. ജാ ഫിഅലുൻ മാലിൻ മബനിയുൻ അലൽ ഫതഹി. ജാ നസ്റു എന്താ വരുന്ന? നസ്റു ആണ് ഫാഇൽ, സഹായം. നസ്റു വഹുവ മുലാഫ്. അള്ളാഹു ലഫ്ദുൽ ജലാല മുലാഫുൻ ഇലൈഹി. ഫതഹ് എന്നുള്ളത് എന്താ? ഫതഹ് എന്നുള്ളത് മഅതൂഫ്, നസ്റിലേക്ക് മഅതൂഫ് ചെയ്യപ്പെട്ടു. ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫതഹ് വറഅയ്ത. വാവ് ഹർഫുൽ അത്ഫ്. റഅയ്ത ഫിഅലുൻ മാലിൻ മബനിയുൻ അലസ് സുകൂനി. താ ഫായിലാണ്. റഅയ്ത നീ കണ്ടു. അന്നാസ അല്ലേ അടുത്തത്? റഅയ്ത അന്നാസ. നാസ എന്നുള്ളത് മഫൂലുൻ ബിഹി മൻസൂബുൻ. നസ്ബിൻ്റെ അടയാളം ഫതഹാണ്. യദ്ഖുലൂന ഫിഅലുൻ മുളാരിഉൻ മർഫൂഉൻ ബിസുബൂതി നൂനി ലിഅന്നഹു മിനൽ അഫ്ആലിൽ ഖംസത്തി. ഇങ്ങനെ വാവുൽ ജമാഅ എന്നതിലെ ഫായില്. ഫീ ദീനി ജാറുൻ വ മജ്റൂറുൻ. ദീനി മുലാഫ്. അള്ളാഹു ലഫ്ദുൽ ജലാല മുലാഫിൻ ഇലൈഹി. അഫ്വാജ എന്നുള്ളത് ഹാലാണ് കേട്ടോ, കൂട്ടമായി. ഹാലുൻ മൻസൂബുൻ അഫ്വാജ. പിന്നെ അങ്ങനെയുണ്ട്. അപ്പോൾ ഫ എന്തായിരുന്നു? ഫ ജവാബ് അല്ലേ.
ഷർത്തിൻ്റെ ഒരു ഷർത്തിൻ്റെ ജവാബാണ് ഫ എന്നുള്ള സബ്ബിഹ്. സബ്ബിഹ് എന്ന് പറഞ്ഞാൽ ഫിഅൽ അംറിൻ മബനിയുൻ. സബ്ബിഹ് ഫിഅൽ അംറിൻ മബനിയുൻ അല സുകൂനി. ഫാഇൽ ളമീറുൻ മുസ്തതിറുൻ തഖ്ദീറുഹു അൻത. ബിഹംദി ജാറുൻ വ മജ്റൂറുൻ വഹുവ മുളാഫ്. റബ്ബി മുളാഫിൻ ഇലൈഹി വഹുവ മുളാഫ്. അൽ കാഫു മുളാഫിൻ ഇലൈഹി. അസ്തഗ്ഫിർ. അസ്തഗ്ഫിർ നീ ഇസ്തിഗ്ഫാർ ചെയ്യ്. ഫിഅൽ അംറിൻ മബനിയുൻ അല സുകൂനി നീ അല്ലേ. വൽ ഫായിലു ളമീറുൻ മുസ്തതിറുൻ തഖ്ദീറുഹു അൻത. ഇന്ന ഹർഫു തൗക്കീദിൻ വ നസ്ബിൻ. അൽ ഹാഉ ഇസ്മു ഇന്ന. ഖാന ഫിഅലുൻ മാളിൻ നാസിഖുൻ നാഖിസുൻ മബനിയുൻ അലൽ ഫതഹി. പിന്നെ ഇസ്മു ഖാന ളമീറുൻ മുസ്തതിറുൻ തഖ്ദീറുഹു ഹുവ. തവാബൻ ഖബറു ഖാന മൻസൂബ്. ഈ ഖാന തവാബൻ എന്ന ജുംലത്തുൽ ഫിഅലിയ മൊത്തം എന്താണ്? ഫി മഹല്ലി റഫിൻ ഖബറു ഇന്ന. ഇന്നൻ്റെ ഇസ്മു മാത്രമേ നമ്മൾ പറഞ്ഞുള്ളൂ, ഖബറു ഇന്ന. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് നോക്കുക കേട്ടോ. ഖുർആനൊക്കെ നമ്മൾ ഏറാബ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ എവിടെ എത്തിയത്? ഇതാ ഖീല മുർക്കഊല ഇർക്കഊൻ അവിടെ അല്ലേ. ഇതാ പറഞ്ഞല്ലോ അല്ലേ. ഖീല ഫിഅലുൻ മാളിൻ ഫിഅലുൻ മാളിൻ മബനിയുൻ അലൽ ഫതഹി വഹുവ മബനിയുൻ ലിൽ മജ്ഹൂലി. ലഹും ജാറുൻ വ മജ്റൂറുൻ. ഇർകഊ നിങ്ങൾ റുകൂ ചെയ്യുവീൻ. എങ്ങനെ പറയാ? ഇർകഊ. ഇർകഊ ഫിഅലു അംറിൻ മബനിയുൻ. അംറല്ലേ. 48 സൂറത്ത് മുർസലാത്തിൻ്റെ 48ാമത്തെ ആയതല്ലത്. ഇർകഉ റകഅ യർകഉ. റകഅ യർകഉ ഇർകഅ റുകൂ ആണ് അതിൻ്റെ മസ്ദർ. ഫിഅൽ അംറിൻ മബനിയുൻ അല ഹദ്ഫി നൂനി. നൂനിനെ കളഞ്ഞുകൊണ്ട്. വാവുൽ ജമാഅ ളമീറുൻ മുത്തസിലും മബനിയുൻ അല സുകൂനി ഫീ മഹല്ലി റഫിൻ ഫാഇൽ. പിന്നെ ഈ ജുംല ഉണ്ടല്ലോ, അവരോട് പറയപ്പെട്ട കാര്യം എന്താണ്? നിങ്ങൾ റുക്കോയ് ചെയ്യുവിന്നാണ്. ആ ജുംല മൊത്തം നായിബ് ഫായിലാണ് കേട്ടോ പറയപ്പെട്ട കാര്യം. അപ്പോൾ ആ ജുംലത്തുൽ ഫിഅലിയ ഫി മഹല്ലി ജുംലത്തുൽ ഫിഅലിയ ഫി മഹല്ലി റഫിൻ നായിബ് ഫായിൽ. അങ്ങനെ അവരോട് പറയപ്പെട്ടാൽ ലാ ഹർഫു നഫീൻ മബനിയുൻ അല സുകൂനി യർകഊന ഫിഅലുൻ മുളാരിഉൻ മർഫൂഉൻ ബിളമ്മത്തി ഫിഅലുൻ മുളാരിഉൻ മർഫൂഉൻ بثبوت نوني لأنه من الأفعال الخمسة. واو الجماعة ضمير متصل مبني على السكون في محل رفع فاعل. അങ്ങനെ ഈ ജുംലയാണ് ജവാബു ഷർത്ത് കേട്ടോ. അവരോട് പറയപ്പെട്ടാൽ എന്തുണ്ടാവുക? അവർ റുക്കൂ ചെയ്യില്ല. അപ്പോൾ ഈ ജുംല ജവാബു ഷർത്താണ്, ഷർത്തിൻ്റെ ജവാബാണ് കേട്ടോ. ശരി, ഖൈർ. ഇനി അടുത്തൊരു കാര്യം കൂടി പറയാം. എന്തായിരുന്നു? 4ാമത്തെ എക്സസൈസ് പറയുന്നേക്കാളും മുൻപായിട്ട് ഈ പോയിന്റ് ടു റിമെമ്പറിൽ ഒരെണ്ണം കൂടിയുണ്ട്. വി ഹാവ് ലേൺ ദ പ്രീവിയസ് ലെസൺ ദാറ്റ് ഇസ്മു ഫായിൽ സാലിം വെർബിൻ്റെ ഇസ്മു ഫായിൽ എങ്ങനെ ഉണ്ടാക്കുക നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഫായിലുൻ എന്ന രൂപത്തിലാണ്. ഓക്കെ. ഇനി പറയുന്നത് ഈ മുളഅഫായ ക്രിയകളുണ്ടല്ലോ. എന്താ മുളഅഫ് എന്ന് പറഞ്ഞാൽ? മുഷദ്ദദായിട്ടുള്ള അല്ലേ. ഐൻ കലിമയും ലാം കലിമയും ഒരേ ജിൻസിൽ വന്നിട്ട് ഇരട്ടിപ്പിച്ച ഫിയലുകളാണ് മുളഅഫായ ക്രിയകൾ. അതിൽ നിന്ന് ഇസ്മു ഫായിൽ ഉണ്ടാക്കുക എങ്ങനെയാണ്? ഹജ്ജ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഹജജ എന്നാണ് അല്ലേ. അതിൽ ഇസ്മു ഫായിൽ ഉണ്ടാക്കുക ഹാജിജുൻ എന്നാണ്, ഫായിലുൻ രൂപത്തിൽ. അപ്പോൾ എഴുതുമ്പോൾ ഹാജുൻ എന്ന് എഴുതണം. കാരണം രണ്ടും ഒരേ ജിൻസിൽ പെട്ട ലെറ്റേഴ്സ് ആണല്ലോ. അപ്പോൾ നമ്മൾ വീണ്ടും അതിനെ ദ കെസ്ര ഓഫ് സെക്കൻഡ് റാഡിക്കൽ ലെറ്റർ ഇസ് ഡ്രോപ്ഡ് ഫോർ അസിമുലേഷൻ. അതിനെ ഇതാം ചെയ്യാൻ വേണ്ടിയിട്ട്, ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കെസ്ര ഐൻ കലിമൻ്റെ കെസ്ര നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ലെറ്ററൊക്കെ കൂടി ഒന്നാക്കിയിട്ട് ഹാജുൻ എന്നാണ് പറയുക. അതിൻ്റെ ഉദാഹരണങ്ങളാണ് നമ്മൾ അടുത്ത എക്സസൈസിൽ കേട്ടോ, 4ാമത്തേതിൽ. തഅമ്മലിൽ മിസാല ഇസ്മുൽ ഫായിലിൽ മസൂഗി മിനൽ ഫിഅലിൽ മുളഅഫി സുമ്മ അക്മിലിൻ നാഖിസ. ഇതല്ലേ എന്താ പറഞ്ഞത്? നീ ചിന്തിക്കണം. ഇസ്മു മുളഅഫായ ക്രിയകളിൽ നിന്നും ഉണ്ടാക്കിയിട്ടുള്ള മസൂഖ് എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കിയിട്ടുള്ള ഇസ്മു ഫായിലിനെ ഉദാഹരണത്തെ നീ ചിന്തിക്കണം. സുമ്മ ശേഷം അക്മിലിൻ നാഖിസ, ഈ നാഖിസ വിട്ടുപോയ ഭാഗങ്ങൾ നീ പൂരിപ്പിക്കണം. ഇവിടെ ഹജ്ജ് ചെയ്തു, ഹാജുൻ ഹജ്ജ് ചെയ്യുന്നവൻ. അതിൻ്റെ അസ്ല എന്താണ്? ഹാജിജുൻ എന്നാണ്. ദന്ന എന്ന് പറഞ്ഞാൽ ഊഹിച്ചു, ചിന്തിച്ചു. ദന്നുൻ അഫ്വൻ അതിൻ്റെ ഇസ്മു ഫായിൽ ദാനുൻ, അതിൻ്റെ അസ്ല്
ദാനിനു എന്നാണ്. മറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടന്നു പോവുക, ഹി പാസ്ഡ് ബൈ, കടന്നു പോവുക, നടന്നു. മാറുൻ മാരിറുൻ എന്നാണ്. ദല്ല എന്ന് പറഞ്ഞാൽ വഴി തെറ്റി, വഴികേടിലായി. ദാലുൻ വഴി തെറ്റിയവർ, ദാലീനൊക്കെ കേട്ടിട്ടില്ലേ, ദാലിലുൻ. ദല്ല എന്ന് പറഞ്ഞാൽ അറിയിച്ചു, വഴി കാണിച്ചു. ദാലുൻ ദാലിലുനാണ് അതിൻ്റെ അസ്ല്. വേറെ ഉണ്ട് ഷദ്ദ ഷാദുൻ ഒറ്റപ്പെട്ടത്, ജദ്ദ ജാദുൻ റദ്ദ റാദുൻ ഫറ ഫാറുൻ, ഇങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. ഇനി അടുത്തൊരു കാര്യം, അടുത്തത് നമ്മൾ എന്തായിരുന്നു, അടുത്തത് പോയിന്റ് ടു റിമെമ്പറിൽ തന്നെ പോവാം കേട്ടോ. ബി നോക്കിക്കോളൂ. അജ്വഫുൽ വാവി എന്ന് പറഞ്ഞാൽ ഏതാ, മറ്റേ നസറ ബാബിൽ വരുന്നത് അല്ലേ, ഖബല യഖൂലു പോലെ. അവിടെ അജ്വഫുൽ വാവി ആയിക്കോട്ടെ യാഇ ആയിക്കോട്ടെ, അവിടെ എന്താ പറയുന്നത്, ഖാല യഖൂലു ഖായിലുൻ, ആ ഒരു രൂപത്തിലാണ് നമ്മൾ എന്ത് പറയേണ്ടത്, ഇസ്മു ഫായിൽ പറയേണ്ടത്. ഖാല പറഞ്ഞു, യഖൂലു അവൻ പറയുന്നു, ഖായിലുൻ പറയുന്നവൻ. കാവിലുനാണ് അതിൻ്റെ അസ്ല് അല്ലേ, കവല കാവിലുനാണ് വരേണ്ടത്. ഇവിടെ കായിലുൻ എന്നാണ് വന്നിട്ടുള്ളത്, പറയാട്ടോ. ജാദ വർദ്ധിപ്പിച്ചു, യസീദ് വർദ്ധിപ്പിക്കുന്നു, ജായിദുൻ വർദ്ധിപ്പിക്കുന്നവൻ, ജായിദുനാണ് വരേണ്ടത്. പക്ഷേ ഇങ്ങനെയാണ് വരിക എന്നാണ് പറയുന്നത്. അതിൻ്റെ കാരണം എന്താ, അതിൻ്റെ കാരണം മൂന്നക്ഷരമുള്ള ഈ നടുവിൽ മൂന്നക്ഷരമുള്ള സുലാത്തി മുജറദായിട്ടുള്ള ക്രിയ, അജ്വഫായിട്ടുള്ള ക്രിയ, അതിൻ്റെ നടുവിൽ അലിഫാണ് വരുന്നതെങ്കിൽ, മൂന്നക്ഷരമുള്ള അജ്വഫായ ക്രിയ അതിൻ്റെ നടുവിൽ അലിഫാണ് വരുന്നതെങ്കിൽ അതിൻ്റെ ഇസ്മു ഫായിൽ ഉണ്ടാക്കുമ്പോൾ എന്തുണ്ടാകും, വാവും അതിൻ്റെ വാവ് അല്ലെങ്കിൽ യാ ഏതെങ്കിലും ഒന്ന്, നിങ്ങൾക്ക് വാവാകാം അല്ലെങ്കിൽ യാ ആകാം. ഇസ്മു ഫായിൽ ഉണ്ടാക്കുമ്പോൾ അത് ഹംസയായി മാറ്റിമറിക്കപ്പെടും, അതാണ് അതിൻ്റെ റൂള് കേട്ടോ. ഇനി അതിൻ്റെ ഉദാഹരണം നോക്കാം. പറഞ്ഞിട്ടുള്ളത് തഅമ്മൽ, നീ ചിന്തിക്കണം. അൽ മിസാല ഉദാഹരണം, ലിസ്മിൽ ഫാഇലിൽ മസൂഗി മിനൽ ഫിഅലിൽ അജ്വഫിൽ വാവി, അജ്വഫുൽ വാവിൻ്റെ വാവ് ആയ ക്രിയകളിൽ നിന്നുള്ള ഉണ്ടാക്കപ്പെട്ട ഇസ്മു ഫായിലിൻ്റെ ഉദാഹരണം നീ ചിന്തിക്കണം. സുമാഖുമലിൻ നാഖിസ്, എന്നിട്ട് നീ എന്താക്കണം, പൂർത്തീകരിക്കണം, വിട്ടുപോയ ഭാഗങ്ങൾ പൂർത്തീകരിക്കണം. ഖാല അവൻ പറഞ്ഞു, യഖൂലു അവൻ പറയുന്നു,